വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് MP ഗോവിന്ദൻ മാസ്റ്റർ. UDF ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. CPIM പ്രവർത്തകനോ അനുഭാവിയോ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും മാധ്യമങ്ങളുടെ സമീപനമെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് ഇപ്പോഴേ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലൂടെ വ്യക്തമാകുന്നത് മുൻ DCC പ്രസിഡന്റ് KC ബാലകൃഷ്ണൻ MLA, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവർ തട്ടിയെടുത്ത പണത്തിൻ്റെയും പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷങ്ങളുടെ ബാധ്യതയുടെയും തുടർച്ചയായിട്ടാണ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നതാണ്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാവണം. ഇത് സംബന്ധിച്ച് UDFിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും CPIMൻ്റെ പ്രവർത്തകനോ അനുഭാവി തന്നെയോ ആണെങ്കിൽ പോലും എന്തായിരിക്കുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രചരണം? എത്ര ദിവസത്തെ അന്തിച്ചർച്ച അതിൻ്റെ ഭാഗമായിട്ട് നടക്കുമായിരുന്നു? പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചതായി MP ഗോവിന്ദൻ മാസ്റ്റർ. അപവാദ പ്രചാരവേലയെ മറികടന്ന് നിലവിലുള്ള സീറ്റുകൾ പാർട്ടി നിലനിർത്തിയെന്നും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തി. നിരവധി വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി UDFും BJPയും നിരന്തരം ശ്രമിച്ചത്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ അപവാദ പ്രചാരവേലകളെയും മറികടന്ന് നിലവിലുള്ള സീറ്റ് നിലനിർത്താനും പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും വോട്ട് വർദ്ധിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്നത് ഏറ്റവും യോജിപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒന്നാണ്. അത്തരമൊരു ഘട്ടത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയിൽ ഭിന്നതയുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രതികരിച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് NN കൃഷ്ണദാസിനെ പരസ്യമായി താക്കീത് ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, NM വിജയന്റെ മരണത്തിൽ നേതൃത്വം പ്രതിക്കൂട്ടിലായിട്ടും കോൺഗ്രസ് തുടരുന്ന നിലപാട്, അതിന് മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ ഉൾപ്പെടെ നിരവധി വിഷയങ്ങളെക്കുറിച്ച് ഗോവിന്ദൻ മാസ്റ്റർ സംസാരിക്കുന്നുണ്ട്. സമഗ്രമായ ചിത്രം എങ്ങനെയാണ്? അസിത, വയനാട് DCC ട്രഷറർ NN വിജയനും ഒപ്പം തന്നെ മകൻ ജിജേഷും ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുമായി CPM മുന്നോട്ട് പോവുകയാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും LDF CPM തയ്യാറല്ല എന്ന പ്രതികരണമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണം. പോലീസ് ഇക്കാര്യത്തിലുള്ള തുടർ നടപടി, ശക്തമായ നടപടി സ്വീകരിക്കും. ഇക്കാര്യത്തിൽ UDFന്റെ നിലപാട് വ്യക്തമാക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നതാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. കോൺഗ്രസിനാൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിന്റെ കത്തിൽ തന്നെ, ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും കോൺഗ്രസ് പാർട്ടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ KPCC അധ്യക്ഷൻ K സുധാകരനോ പ്രതിപക്ഷ നേതാവോ ഇക്കാര്യത്തിൽ വ്യക്തമായ പ്രതികരണം പോലും നടത്തുന്നില്ല. ഈ ട്രഷററുടെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന കടുത്ത നിലപാടാണ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്റർ മുന്നോട്ട് വെച്ചത്. ഇത്തരം സംഭവങ്ങളിൽ മാധ്യമങ്ങൾ നടത്തുന്ന കുറ്റകരമായ ഇരട്ടത്താപ്പിനെ സംബന്ധിച്ചും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. തെളിവില്ലാത്ത ചില കേസുകൾക്ക് പോലും മറ്റ് തരത്തിൽ വാർത്തകൾ ചമയ്ക്കുകയും ആ വാർത്തയുടെ പേരിൽ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ, ഇത്തരം വാർത്തകൾ DCC ട്രഷററുടെയും മകന്റെയും മരണത്തെ സംബന്ധിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത്. തുടർച്ചയായി ഇത്തരം കാര്യങ്ങളിൽ മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് നടത്തുന്നുണ്ട്. മറിച്ച് CPM പ്രവർത്തകരോ ഇടതുപക്ഷക്കാരോ ആരോപണ വിധേയമായ കേസിലാണെങ്കിൽ മണിക്കൂറുകൾ നീണ്ട ചാനൽ ചർച്ച നടത്തുമായിരുന്നു. അത്തരം വാർത്തകൾ അന്തിച്ചർച്ചയ്ക്ക് വേണ്ടി സ്ഥിരമായി എടുക്കുമായിരുന്നു. തുടർച്ചയായി അത്തരം വാർത്തകൾ മാത്രം ഏകപക്ഷീയമായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് വയനാട് DCC ട്രഷററുടെ മരണവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ കുറിപ്പ് പോലും വന്നിട്ട് അന്തിച്ചർച്ചയിൽ ഈ വിഷയം മാധ്യമങ്ങൾ എടുക്കാത്തത് എന്നതാണ്. ഇത് ബോധപൂർവം നടത്തുന്ന മൗനമാണ്, ഇത് ഇരട്ടത്താപ്പാണ് എന്നാണ് ഗോവിന്ദൻ മാഷ് ഇന്നത്തെ
വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല, ഈ പെരിയ കൊലക്കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്ന നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു. പക്ഷേ രാഷ്ട്രീയപരമായി പാർട്ടിയെ ആക്രമിക്കാനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ചില നടപടികളുമായി മുന്നോട്ട് പോയത്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായി നേരിടുകയും ചെയ്യും. CPM പ്രവർത്തകന്റെ മരണത്തിൽ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വാർത്ത നൽകാത്തത് എന്താണെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ചു. അർഷിത. ശരി, നൃപൻ ചക്രവർത്തിയാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്.